9ാം ക്ലാസ്സുകാരിയെ പള്ളിമേടയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയ ബലാത്സംഗത്തിനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കലിനുമെതിരെയുള്ള വകുപ്പുകളും കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള നിയമപ്രകാരമുള്ള കുറ്റങ്ങളും നിലനിൽക്കുന്നതാണെന്ന് കോടതി വിലയിരുത്തി. 375A, 375B വകുപ്പുകൾ പ്രകാരം ഇരട്ട ജീവപര്യന്തമാണ് കോടതി വിധിച്ചത്. എന്നാൽ ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഇതിനു പുറമെ 2.15 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് സഹോദരൻ സിൽവസ്റ്റർ ഫിഗറസിന് 1 വർഷ തടവും 5000 രൂപ പിഴയും കോടതി വിധിച്ചു. കുട്ടി പീഡനത്തിന് ഇരയായി എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് പോലീസിൽ അറിയിക്കാതിരുന്ന ഡോക്ടർ അജിത കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ ഡോക്ടറുടെ പരിചയക്കുറവ് കണക്കിലെടുത്ത് സെക്ഷൻ 3 പ്രകാരം ശിക്ഷയിൽ നിന്നും കോടതി ഒഴിവാക്കി. 2015 ജനുവരി മുതൽ മാർച്ച് 29 വരെയുള്ള കാലയളവിൽ പുത്തൻവേലിക്കര ലൂർദ് മാതാ പള്ളി വികാരി എഡ്വിൻ ഫിഗറസ് പള്ളിമേടയിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ മൊത്തം 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 3 പേരെ കോടതി വെറുതെ വിട്ടു. ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.